ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് നാളായിട്ട് നമ്മൾക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോകളൊന്നും ഇടാതിരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗോൾഡൻ കാസ്കേഡ് എന്ന ചെടിയെക്കുറിച്ചുള്ളതാണ് കേട്ടോ. നല്ല മഞ്ഞ നിറത്തിൽ നമ്മുടെ കണിക്കൊന്നയൊക്കെ ഇല്ലേ, അതുപോലെ കുലകുലയായി പൂക്കൾ തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡ്. അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വള്ളിച്ചെടി കൂടിയാണ് ഈ ഗോൾഡൻ കാസ്കേഡ്. ഈ ഗോൾഡൻ കാസ്കേഡിൻ്റെ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഇലകളാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയണത്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ബാക്കിയൊക്കെ ഇതുപോലെ കണ്ടോ, ഇതൊക്കെ ഇലകളാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമാണ് കേട്ടോ ഇനി മുതൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ 365 ദിവസവും എന്ന് പറയണ പോലെ നമുക്ക് പൂക്കളുണ്ടാവും. ഈ ചെടിയിൽ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം 2 മാസത്തോളം തന്നെ നിൽക്കും. പിന്നെ അതിന് ശേഷമാണ് അത് പച്ച നിറത്തിലേക്ക് മാറുന്നത്. പിന്നെ ഈ പൂ വന്നു കഴിഞ്ഞിട്ടുള്ള തണ്ടുകൾ കരിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾക്കത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുതിയ തളിർപ്പുകൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഈ ചെടി എല്ലാ പൂച്ചെടികളെയും പോലെ തന്നെ വെയിൽ ആവശ്യമുള്ള ഒരു ചെടി തന്നെയാണ്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിലെ ഏപ്രിൽ മെയ് മാസത്തെ വെയിൽ അധികം കൊള്ളാതിരിക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത്. ഈ ചെടിയുടെ ഇലകൾ അധികം വെയിൽ കൊള്ളുന്ന സമയത്ത് മഞ്ഞ നിറത്തിലായി ഒരു പൊള്ളിയ പോലെ വരുന്നത് കാണാം. ഈ ചെടി ഉണ്ടല്ലോ, തന്നെ പറ്റിപ്പിടിച്ച് കയറിപ്പോകുന്ന ഒരു ചെടിയല്ല. ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മളിതിനെ ഒരു സപ്പോർട്ട് കൊടുത്ത് കെട്ടി കൊടുക്കുകയോ അങ്ങനെ പന്തലിലേക്ക് കയറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പടർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പടർത്തി കൊടുക്കുകയോ വേണം. ഞാൻ ഈ ചെടിയെ പടർത്തിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഷീറ്റിട്ടുണ്ട്, അതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ. ഈ ചെടിയെ നമുക്ക് ചട്ടിയിലും വളർത്താം, അതുപോലെ തന്നെ നിലത്തും വളർത്താൻ പറ്റുന്ന നല്ലൊരു വള്ളിച്ചെടിയാണ്. ഈ ചെടി നിലത്തൊക്കെ നട്ട് നല്ല പന്തലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചട്ടിക്കുള്ളിലാണെങ്കിൽ അതിനൊരു പരിധി ഉണ്ടല്ലോ, അത്രയും മാത്രം അത് വളർന്ന് പൂക്കൾ അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ ചെടി നടുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അധികം മൂത്തതല്ലാത്ത കമ്പുകൾ നോക്കിയിട്ട് കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചെടുക്കാം. വേര് പിടിപ്പിച്ച തൈ നമുക്ക് ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജൈവവളം ചേർത്താലും മതി. പിന്നെ ഈ ചെടി വളർത്താൻ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ, അത് കാരണം ഇതിന് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ വരാത്തൊരു ചെടിയാണ്. അസുഖങ്ങൾ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും നമുക്ക് ഇതിനെ നനച്ചു കൊടുക്കണം കേട്ടോ. മഴക്കാലത്ത് അധികം നന കൊടുത്തില്ലെങ്കിലും വെയിലുള്ള സമയത്തൊക്കെ ഇതിന് അത്യാവശ്യം വെള്ളം വേണം. പിന്നെ ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാ മാസവും കുറേശ്ശെ വളം കൊടുക്കാം. ഒന്നുകിൽ ചാണകപ്പൊടി, നന്നായി പൊടിഞ്ഞ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ പഴത്തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊഴിച്ചു കൊടുത്താലൊക്കെ നല്ല മാതിരി പൂക്കൾ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീട്ടിലെന്നും പൂക്കളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നടാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ ഗോൾഡൻ കാസ്കേഡ്. നമ്മൾ ഈ ചെടി നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും
അത്യാവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ പടർന്നൊക്കെ കയറിയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ഈ ഗോൾഡൻ കാസ്കേഡിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.